അസ്സലാമലൈക്കും കൂട്ടുകാരെ, ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി ടിപ്സ് പരിചയപ്പെടുത്തി തരാം. നമ്മുടെ വീട്ടുകളിലുള്ള വാഷ് ബേസ് കറയൊക്കെ വെള്ള വാഷ് ബേസ് ആണെങ്കിൽ കറയൊക്കെ മാറ്റി നല്ല വെട്ടി തിളങ്ങുന്ന ഒരു ടിപ്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ നമ്മുടെ വീടുകളിലുള്ള ടേബിൾ ഇതൊക്കെ തുടച്ച് എപ്പോഴും നല്ല സുഗന്ധം പരത്തുന്ന രീതിയിലാക്കുന്ന ടിപ്സും പരിചയപ്പെടുത്തി തരാം. നമ്മുടെ വീട് എപ്പോഴും നല്ല വൃത്തിയായിട്ട് ഇരിക്കാനും ആരെങ്കിലും വരുമ്പോഴൊക്കെ നല്ല നീറ്റായിട്ട് കാണാനൊക്കെ അല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുപോലെ നല്ല സുഗന്ധം പരത്തുന്ന വീടായിരിക്കണ്ടേ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തരണേ പ്ലീസ്. കമൻറ്റും ലൈക്കും തരണം. രാവിലെ എണീറ്റ് ഉടനെ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ നന്നായിട്ട് മുട്ടിപ്പിരിച്ച് വെക്കുക. ഈ ഒരു ശീലം നമുക്കുണ്ടെങ്കിൽ വീട് എപ്പോഴും നല്ല നീറ്റായിട്ട് ഇരിക്കും. അതുപോലെ ബെഡ്ഷീറ്റ് ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും നമ്മൾ മാറ്റാൻ ശ്രമിക്കുക. അപ്പോൾ വീടിൻ്റെ ആ ഒരു പൊട്ടമണം റൂമിൽ കയറുമ്പോൾ പൊട്ടമണം മാറിക്കിട്ടും. അടുത്തൊരു ടിപ്പാണ്, നമ്മൾക്ക് കണ്ണാടി അതുപോലെ ടേബിൾ ഇതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഞാൻ നിങ്ങൾക്കൊരു മിക്സി പരിചയപ്പെടുത്തി തരാം. ഇത് ഹാൻഡ് വാഷാണ്. ഹാൻഡ് വാഷ് നമ്മൾ ബൾക്കായിട്ട് വാങ്ങിയിട്ട് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ബോട്ടിൽ നിറച്ച് കൊടുക്കുകയാണ് ചെയ്യാറ്. ആ ഒരു ഹാൻഡ് വാഷ് നമ്മൾ എടുക്കുക, അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ ഇതുപോലൊരു ബോട്ടിൽ ആക്കിയെടുക്കുക. ആ ഒരു മിക്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മുടെ റൂമിലുള്ള അൾമാരയുടെയൊക്കെ കണ്ണാടി, അൾമാരിൻ്റെ അടുത്തും വാഷ് ബേസിൻ്റെ അടുത്തൊക്കെ ഉള്ള കണ്ണാടി ആ ഒരു മിക്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡെയിലി തുടക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആ ഒരു ഹാൻഡ് വാഷിൻ്റെ നല്ലൊരു സ്മെല്ല് നമ്മുടെ വീട്ടിൽ എപ്പോഴും നിലനിൽക്കും. കണ്ണാടിയൊക്കെ നല്ലോണം ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും, വെട്ടി തിളങ്ങുകയും ചെയ്യും. ആ ഒരു മിക്സ് നമ്മൾ അതുപോലെ ബോട്ടിലാക്കി വെച്ചാൽ നമുക്ക് ടേബിൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാലൊക്കെ ഈ ഒരു മിക്സ് കൊണ്ട് നമുക്ക് ക്ലീനാക്കി എടുക്കാം. ടേബിൾ നമ്മൾ ഫുഡ് കഴിക്കാത്ത ടേബിളാണെങ്കിലും നമ്മൾ കിച്ചണിലാണല്ലോ ഇപ്പോൾ അധികം യൂസ് ചെയ്യുക. ഫുഡ് കഴിക്കാൻ വേണ്ടി ഡെയിലി ഉപയോഗിച്ചില്ലെങ്കിലും നമ്മൾ ഡെയിലി ഈ ഒരു മിക്സ് ഉപയോഗിച്ചിട്ട് ടേബിൾ തുടച്ച് കൊടുക്കുക. പൊടിയൊന്നും പിടിക്കില്ല, നല്ല സ്മെല്ലോട് കൂടിയിട്ട് ടേബിൾ ഇരിക്കും. നമ്മുടെ വീട്ടിൽ കയറുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും. ഹാൻഡ് വാഷിൻ്റെ ആ ഒരു സ്മെല്ല് നമ്മുടെ വീട്ടിലൊട്ടൊക്കെ പരന്ന് കിടക്കും. ഇതുപോലെ ക്ലീൻ ആക്കിയാൽ ടേബിളൊക്കെ നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും. നിങ്ങൾ കണ്ടില്ലേ, ടേബിളിൻ്റെ ഒരു ഔട്ട്ഫിറ്റ് നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടില്ലേ. അടുത്ത ടിപ്പാണ്, നമ്മുടെ വാഷ് ബേസിലുള്ള ആ ഒരു കറയും ഒക്കെ പോക്കിയിട്ട് നന്നായിട്ട് വെട്ടി തിളങ്ങാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് ബേക്കിംഗ് സോഡ എടുക്കുന്നുണ്ട്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണം. നിങ്ങൾക്ക് ഈ ഒരു ടിപ്സ് ഉപകാരപ്പെട്ടെങ്കിൽ ഇഷ്ടമായെങ്കിൽ ലൈക്കും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലും അറിയിക്കണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് സുഹൃത്തുക്കൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക, അവർക്കും ഉപകാരപ്പെടട്ടെ. ആ ഒരു ബേക്കിംഗ് സോഡയിൽ ഞാൻ കുറച്ച് നമ്മുടെ ഡിഷ് വാഷും കുറച്ച് വിനാഗിരിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് ഞാൻ നമ്മുടെ ടോയ്ലറ്റ് ക്ലീനർ, നമുക്ക് നമ്മുടെ കയ്യിലുള്ള ടോയ്ലറ്റ് ക്ലീനർ നമുക്ക് ഉപയോഗിക്കാം. എന്നിട്ട് അത് കുറച്ച് ഉപയോഗിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഈ ഒരു മിക്സ് കൊണ്ട് നമ്മൾ നമ്മുടെ വാഷ് ബേസ് നന്നായിട്ട് ഒരതി കഴുകുക. കൈമൽ ആക്കാൻ പാടില്ല. ഈ ഒരു മിക്സ് നമ്മൾ കൈമലാവരുത്. കൈക്ക് നന്നായിട്ട് ഗ്ലൗസൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി. നമുക്ക് കൈക്ക് പൊള്ളലോ അതുപോലെ എന്തെങ്കിലും അലർജിയൊക്കെ സംഭവിക്കുന്നതിന് കൈ നമ്മൾ കവറിട്ടിട്ട് ഈ ഒരു മിക്സൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ക്ലീനാക്കി എടുക്കാൻ പാടുള്ളൂ. ഈ ഒരു മിക്സ് കൊണ്ട് നമ്മൾ ക്ലീനാക്കുമ്പോൾ എല്ലാ കറയും പോയി കിട്ടും, നന്നായിട്ട് വെട്ടി തിളങ്ങും. അത് ഉറപ്പാണ്. നിങ്ങൾ ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്ക്. കണ്ടില്ലേ, ഈ ഒരു പൈപ്പൊക്കെ തേക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാറ്റം അറിയാൻ കഴിയുന്നുണ്ടാവും. നന്നായിട്ട് കച്ചറ പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരുപാട് കച്ചറ പിടിച്ചിട്ടുള്ള ആ ഒരു വാഷ് ബേസൊക്കെയാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, മാറ്റം പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. കണ്ടില്ലേ, നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. നമ്മൾ വാഷ് ബേസ് ക്ലീൻ ആക്കുമ്പോൾ ഇതുപോലെ ഉള്ളു മാത്രം ക്ലീൻ ആക്കിയിട്ട് പോരരുത്. നമ്മൾ അതിൻ്റെ പുറമൊക്കെ നന്നായിട്ട് ഒരു തുണി വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ തുടച്ച് വൃത്തിയാക്കി എടുക്കണം. എന്നാലാണ് മൊത്തത്തിൽ നമുക്ക് ആ ഒരു ക്ലിയർനെസ് കിട്ടുകയും ചെയ്യും. ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള വാഷ് ബേസും ടേബിളൊക്കെ ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക. വീട്ടിലെപ്പോഴും സുഗന്ധം വരുത്തുകയും ചെയ്യും. ഇതുപോലെയുള്ള വാഷ് ബേസ് പോലത്തെ ഏരിയകളൊക്കെ നന്നായിട്ട് വെട്ടി തിളങ്ങുകയും ചെയ്യും. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ലാസ്റ്റ് നിങ്ങൾ കണ്ടില്ലേ, നല്ല രീതിയിൽ വെളുത്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വെള്ള വാഷ് ബേസൊക്കെ ആണെങ്കിൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും, അത് ഉറപ്പാണ്. ട്രൈ ചെയ്ത് നോക്കുക, കറയൊന്നും ഒട്ടും ഉണ്ടാവില്ല. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് തരിക, സബ്സ്ക്രൈബ് തരിക, കമൻറ്റ് തരിക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം.